ഹലോ, കൂൾ ഡൗൺ മാൻ. ഈ മാസത്തെ ഡേറ്റ് എടുത്തല്ലേ? അതാണ് ഈ പൊട്ടലും ചീറ്റലും ഒക്കെ. ടീച്ചറുടെ സ്റ്റെപ്പ് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യണ്ട. അതിങ്ങനെ ഓവർ റിയാക്ട് ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേ സഫർ ചെയ്തത്? അതെന്താ മനസ്സിലാക്കാത്തത്? അപ്പം കുറച്ച് ടോളറൻസ് ഒക്കെ വേണ്ടേ? സോറി അമ്മ. സാരില്ല, നാളെ ചെല്ലുമ്പോൾ പാച്ചപ്പ് ആക്കിയാൽ മതി. അതല്ലേ പതിവ്. പോയി കുളിച്ചിട്ട് വാ. നമുക്ക് അമ്മച്ചിയുടെ വീട്ടിലേക്ക് ഒരു ഡ്രൈവിന് പോവാം. കുളി നിർബന്ധമാണോ? കുളിക്കാതിന്റെ കാര്യം ഞാൻ കേട്ടില്ല. ആ കള്ളൻ ഇച്ചിരി മണ്ടനായതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ഇല്ലെങ്കിൽ കാണായിരുന്നു അമ്മയുടെ മോളുടെ ഹോം അലോൺ. രാത്രിയെങ്കിലും ഇവിടെ വന്ന് നിൽക്കാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ? നന്ദേട്ടന് അത് ഇഷ്ടമില്ല, അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് ഇവനും ഇഷ്ടമല്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിന്ന് ബുദ്ധിമുട്ടുണ്ട. ഒരു ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി എങ്കിലും ഉണ്ടായേനെ. നാട്ടിലെ 90% ആളുകളും ഇപ്പോഴും ഭൂമിയിൽ തന്നെ വീട് വെച്ചല്ലേ താമസിക്കുന്നത്. അവർക്കുള്ള സെക്യൂരിറ്റി ഒക്കെ മതി ഞങ്ങൾക്കും. അതല്ല ഞാൻ പറഞ്ഞത്. ഒന്നല്ലേ അയാൾ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നിന്നെ മോളെ ദുബായ് കൊണ്ടുപോയി കൂടെ താമസിപ്പിക്കണം. അതിനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ എൻ്റെ വർക്ക്ഷോപ്പ് മെക്കാനിക്കിന്. ബോബി, ഞാൻ എൻ്റെ ഒരു കൺസേൺ പറഞ്ഞെന്നുള്ള അമ്മച്ചി ഇവളിങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ. ഞങ്ങൾക്ക് കഷ്ടപ്പാടൊന്നുമില്ല ബോബിച്ചായ. വർക്ക്ഷോപ്പ് മെക്കാനിക്ക് ദുബായ് പോയി കിടന്ന് കഷ്ടപ്പെടുന്നതേ ഞങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ ഹാപ്പിയാ. തുടങ്ങിയോ ആംഗ്ലയും പെങ്ങളും? ലോകത്തിലുള്ള എല്ലാ ആങ്ങളവരും സ്നേഹം കാണിക്കുന്നതേ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടാ. അപ്പം നീ ഇതുപോലെ 2 മാന്ത് വെച്ച് കൊടുത്താൽ മതി. കറക്റ്റ്. ജോലി ഇരിക്കട്ടാ. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നു. 2 പേര് ലേബർ റൂമിലാക്കിയിട്ട് അങ്ങോട്ട് വന്നത്. പോയി പ്രസവിപ്പിച്ചിട്ട് വാ. നീ ഇന്ന് ലേറ്റ് ആവും. നോക്കിയിട്ട് വിളിക്കാം. സഞ്ജു കടന്നല്ലേ? നന്നായി. പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കൊടുത്തില്ലേ? ആളുകൾ ഇപ്പോഴും വഴക്കിടും. ഹലോ നന്ദേട്ടാ, ഒരു മിനിറ്റ് ചേട്ടാ. ഹലോ, നന്ദേട്ടാ കേൾക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കോ? എന്തേ? മോളിവിടെ ഉണ്ടായിരുന്നു. അപ്പോ എന്താ ഇത്? ആ ഓട്ടോയ്ക്ക് പോവാൻ വേണ്ടി മാറ്റിയിട്ടതാ. അങ്ങോട്ട് മാറിയിരിക്കും. ഒരു കൊല്ലം കൂടെ വെയിറ്റ് ചെയ്താൽ ലൈസൻസ് കിട്ടത്തില്ല നിനക്ക്. അപ്പൊ പോരെ? ഹായ് നന്ദേട്ടാ, മാർക്കറ്റിലായിരുന്നു, കേക്കാൻ പറ്റിയില്ല. ആണോ? ശരി നന്ദേട്ടാ, അപ്പൊ രാത്രി വിളിക്കോ? ഓക്കെ. എന്താ അമ്മ? അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? സന്തോഷമൊക്കെ തന്നെ. അച്ഛൻ ജോലി പോയിട്ടാ വരുന്നേ. വന്നാ ഇനിയും പോവില്ല. അയ്യോ, എന്താ ഒരയ്യോ? ഒന്നുമില്ല. ചെലവൊക്കെ ചുരുക്കണം. നീയും കൂടെ ശ്രദ്ധിക്കണം അപ്പു. പോക്കറ്റ് മണിയൊക്കെ കട്ടാവോ? ചെലപ്പോ. എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛന്മാര് ചിലരൊക്കെ ഹിറ്റ്ലേഴ്സാ. ഇനിയിപ്പൊ അച്ഛൻ വന്നാൽ അതുപോലെ ആവുമോ? അതൊന്നും എനിക്കറിയത്തില്ല. സോപ്പിട്ട് നിന്നു. ഇനി ഒരാളെ കൂടി സോപ്പിട്ട് നിക്കാന്ന് പറഞ്ഞാൽ അതിത്തിരി സ്ട്രെയിനാ. ഓഹോ, നമ്മുടെ ഈ ഫ്രീഡത്തിൽ ഒരു കട്ടോറുമ്പാവോ അച്ഛൻ? -19 divided by mass.
What will be the mass of an electron? Aparna? 9.11 into 10 raised to minus 31 kg. 9.11 into 10 raised to minus 31 kg. 31 kg. It will come around. ഗുഡ് മോർണിംഗ് സർ. ഇവിടുത്തെ റൂൾസ് മാനേഴ്സ് ഒന്നും രോഹിത്തിന് ബാധകമല്ലേ? ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് മനഃപൂർവ്വം പെർമിഷൻ ചോദിക്കാറുന്നതാണോ അതോ വേണ്ടെന്ന് വെച്ചതാണോ? ഞാൻ വന്നപ്പോൾ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. എങ്ങനെ? ഞാൻ വന്നപ്പോഴേ സാറ് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാൻ നേരത്തെ റെഡി ആയതാ. ബൈക്കിന് ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലം. അപ്പം അച്ഛൻ പറഞ്ഞു കോടതി പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്യാം. അച്ഛൻ ഇറങ്ങാൻ വൈകി, നാച്ചുറലി ഞാനും വൈകി. എൻട്രൻസിൻ്റെ റിസൾട്ട് വരുമ്പോൾ അച്ഛൻ വൈകി നാച്ചുറലി ഞാൻ വൈകി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ദിസ് ഇസ് യുവർ തേർഡ് അറ്റംപ്റ്റ്, അത് മറക്കണ്ട. നൗ 5.46 into 10 raised to 5 meters per second. Got it? Yes, sir. All of you? Yes, sir. Okay, so we will go for the next. Oops. അപ്പം നീ അങ്ങ് തുടച്ചോ. ഞാനോ? തുടങ്ങാറില്ലേ? ആ ഓക്കെ. സർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എവിടെ പോകുന്നു? ഇവിടെ നിൽക്കും. ഇവിടെ നിന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കും. അപ്പോൾ പഠിക്കുന്ന വിഷയത്തിൽ ഒരു ഫോക്കസ് കിട്ടും കേട്ടോ. Now let us solve another problem to find out the kinetic energy of an ejected electron. Okay. Got it? Then what H stands for? What H stands for? ഹൈറ്റാണോ സാർ? ഹൈറ്റ്. അവിടെ പോയിരിക്കും പോ. അല്ല വേണ്ട, ഇവിടെ നിന്നിട്ട് എനിക്ക് നല്ല ഫോക്കസ് കിട്ടുന്നു. ഇത്രയൊക്കെ ഫോക്കസ് കിട്ടിയാൽ മതി കേട്ടോ. അവിടെ പോയിരിക്കും പോ. അച്ഛൻ വന്നു കഴിഞ്ഞാലേ നിന്റെ ഒറ്റയ്ക്കുള്ള കറക്കൊക്കെ കഴിയും കേട്ടോ. അച്ഛൻ ചെറുപ്പത്തിൽ എങ്ങനെയാ? പാവായിരുന്നോ? പാവോ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിക്ക് കൈയും കണക്കൂല. അത്രയ്ക്ക് നോട്ടിയിരുന്നോ? നോട്ടിയല്ല മോളെ, വാശി. എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അത് അപ്പം നടക്കണം. എന്നാ മര്യാദയ്ക്ക് പഠിക്കോ? അതുമില്ല. ടീച്ചറുടെ മകനാന്നുള്ള കൺസിഡറേഷൻ ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ, അവനതങ്ങ് മുതലാക്കും. ജസ്റ്റ് പാസ്സാ 10ൽ. അതല്ലേ വർക്ക്ഷോപ്പിൽ കൊണ്ടുണ്ടാക്കിയത്. എന്നാലും അമ്മേനെ അടിച്ചെടുക്കാനുള്ള മിടുക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപാര ഹ്യൂമർ സെൻസ് ആയിരുന്നു. അതിൽ വീണു പോയതല്ലേ നിന്റെ അമ്മ. വേഗം കഴിക്ക്, മുത്തശ്ശനും കൊണ്ടേ കൊടുക്ക്. പേഷ്യൻസ് തീരാൻ കാത്തിരുന്നാലേ കാപ്പി കുടിക്കലുണ്ടാവില്ല. നാവുതേട്ടെ, ഇനി കയ്യൊന്ന് പോക്കി പോരട്ടെ പോരട്ടെ. പാടാ ഡോക്ടർ. വലിച്ചു വാരി തിന്നരുത്. അറിവുള്ളവർ പറയണ കേട്ടിട്ടില്ലേ, ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ അത് മുഴുവനും അങ്ങോട്ട് കഴിക്കരുത്. ഇല്ല ഡോക്ടറെ, ആഹാരമൊക്കെ വളരെ കുറച്ചു. പിന്നെന്താ ഇത് ഇങ്ങനെ? കഷായം കൃത്യമായിട്ട് കഴിക്കുക, പഥ്യം തെറ്റിക്കരുത് കേട്ടാ. ഓ ഞാൻ ഇട്ട് തരണ? ഓ വേണ്ട ഡോക്ടറെ. ആഹാ, ഇതിപ്പോ റിട്ടയർ ചെയ്തപ്പോഴാണല്ലോ മുത്തശ്ശനെ തിരക്ക് കൂടുതല്. പഴയ പരിചയം വെച്ചിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരോട് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? മുത്തശ്ശൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു ഈ നീറ്റും എൻട്രൻസും ഒക്കെ? ഏയ്, അന്നൊക്കെ ഫുൾ മെറിറ്റ് അല്ലേ. MBBS ചേരാനുള്ള മാർക്ക് ഉണ്ടായിട്ടും ഞാൻ എടുത്തത് ഇതാ. ഓ, എനിക്ക് മടുത്തി ക്ലാസ്സും കോച്ചിങ്ങും. സത്യം പറഞ്ഞ എനിക്ക് ഡോക്ടറും ആവണ്ട കലക്ടറും ആവണ്ട. പക്ഷെ ബോബി എങ്കിലും വിടണ്ടേ? അമ്മയ്ക്ക് എടുക്കാൻ പറ്റാതെ എല്ലാ ഡിഗ്രി എന്നെ കൊണ്ട് എടുപ്പിക്കുന്ന തോന്നുന്നു. ഡോക്ടറെ നമസ്കാരം. ആ ഇതാര്? എന്താ തനിച്ച്? എനിക്കിപ്പോൾ ഡോക്ടറെ കാണാൻ വരാൻ കൂട്ടൊന്നും വേണ്ട. ആ സ്റ്റേജൊക്കെ മാറി. എല്ലാം ഡോക്ടറുടെ കൈപുണ്യമാണ്. ഇതാരാ? എൻ്റെ പേരക്കുട്ടിയാ. ആ കേട്ടോ മോളെ, മോളുടെ ഈ ഗ്രാൻഡ് ഫാദറെ ഒരു ജീനിയസാ. ഓ, എൻ്റെ മക്കൾ എന്നെ കൊണ്ടുപോയി ഏതെല്ലാം ഡോക്ടേഴ്സിനെ കാണിച്ചു, ഏതെല്ലാം ആശുപത്രി കൊണ്ടുപോയി. അവരാരും ചികിത്സിച്ചിട്ട് മാറാത്ത എൻ്റെ ഈ അസുഖം ഇദ്ദേഹം ഭേദമാക്കി. ഹീ സച്ച് എ ലെജൻഡ്. ഇപ്പോൾ ഓർക്കൊക്കെ നല്ലോണം ഉണ്ടല്ലോ. പിന്നെ ഒരു കുഴപ്പമില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ തന്നെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ സൂക്കേട് നിശേഷം മാറി. അതുകൊണ്ട് ഡോക്ടറെ നേരിട്ട് കണ്ട് ഒരു നന്ദി പറയണമെന്ന് തോന്നി, അതാ വന്നത്. കണ്ടോ, ഇതാണ് ഒരു ഡോക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം.
എന്നാ പിന്നെ ഡോക്ടറെ സമയം ഞാൻ കളയുന്നില്ല. ഓ ഞങ്ങളെ പോലുള്ളവർക്ക് ആശ്വാസമാകുന്ന ഡോക്ടറെ ദൈവം രക്ഷിക്കട്ടെ. ആയിക്കോട്ടെ. ആ പിന്നെ ഡോക്ടറെ വല്ലപ്പോഴുവേ ഓ. എന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ചേ വിവരങ്ങളൊക്കെ അന്വേഷിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ടും വിളിക്കാലോ. അതെ, ഡോക്ടർ തിരക്കുള്ള ആളല്ലേ. ഞാൻ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല. ആ എന്നാ പിന്നെ എന്റെ നമ്പർ നോട്ട് ചെയ്താട്ടെ. മോളെ നീ നമ്പർ ഒന്ന് എഴുതിയിട്ട്. ആയിക്കോട്ടെ. 0091. ഓ കൺട്രി കോഡൊക്കെ ഉണ്ടല്ലോ. 0091 98470 98470 32321 32321 4545 4545. 222 എന്താ പറഞ്ഞേ? 222 നീ എഴുത് 2222 4591 111 0000 4540 4715 151515 5257 സോറി ഡോക്ടർ, അമ്മയെ ഞങ്ങൾ കുറേ നേരമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുവോ. ജീനിയസ്. ടിഷ്യൂ ഇല്ലേ ജൂലി? ടിഷ്യൂവും കുബൂസും ഒക്കെ ഇനി മറന്നേക്ക്. ഒരു ഉണ്ടക്കണ്ണി ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അച്ഛനും അമ്മയോട് ഇഷ്ടമാണെന്ന് അവള് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊരു കൊതുക അവിടെ. ദുബായിലാണെങ്കിൽ ഒറ്റ കൊതുകില്ല. ദുബായിലെ കൊതുകൊക്കെ ഇവിടെ എത്തിയല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു സമാധാനം അറിയാം. ആ സമാധാനത്തിൻ്റെ കൂടെ കുറച്ച് മധുരവും കഴിക്കും. കുടിക്കാം. നമ്മുടെ അപ്പുന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആട്ടോ. മനസ്സിന്റെ ആരോഗ്യ. മനസ്സിൻ്റെ ആരോഗ്യമൊക്കെ കണക്കാം. ചില സമയത്ത് അവളുടെ ടാൻഡ്രംസ് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. ഒറ്റയ്ക്കൊരു ടീനേജറെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അവളെ മാനേജ് ചെയ്യണമെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം. അല്ലാതെ ഹെഡ് മാസ്റ്റർ ആകാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ റിബലാവും. എന്തായാലും നീ ഇത്രത്തോളൊക്കെ എത്തിച്ചില്ലേ. അവളുടെ കളിയും കുറുമ്പും ഒന്നും നോക്കി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതിനുള്ള ചാൻസ് ഒക്കെ അവൾ ഇഷ്ടം പോലെ തന്നോളും. സമയം കിടക്കല്ലേ. പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ട് എന്താ പ്ലാൻ? ജീവിക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് പോകേണ്ട. ഇത്രയും കാലം തല ഉയർത്തിപ്പിടിച്ചതല്ലേ ജീവിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. പുറമേ നിന്ന് കിട്ടിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പ്രൊഫഷണലിസവും അതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. 10-15 കൊല്ലമായിട്ട് കടിച്ചു പിടിച്ച് മാറ്റിവെച്ച ജീവിതം ശരിക്കും നമ്മൾ തുടങ്ങാൻ പോവാ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിട്ടാണോ? ദേ നിങ്ങളുടെ ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ ഗേൾ. കിടന്നോ. ജീവിതം നമുക്ക് നാളെ തുടങ്ങാം. ഇവിടെ വേദനയുണ്ടോ? കുറച്ച്. ഇവിടെയോ? കുറച്ച്. ആ അപ്പൊ എഴുന്നേറ്റിരിക്കേ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ? ഡോക്ടർ. ഓ നീ അതവിടെ വെച്ചോ എൻ്റെ നന്ദ. 5-8 കൊല്ലമായതാ. വേറൊരെണ്ണം വാങ്ങാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കേടായത് വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുന്ന ശീലേ പണ്ട് ദുബായിക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് നന്നാക്കാൻ കൊടുത്താലേ പുതിയത് വാങ്ങണേൽ കാശാവും. ഇനിയിപ്പം മെക്കാനിക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് നോക്കട്ടെ. മരുന്നൊന്നും മാറ്റിയിട്ടുണ്ട്. പറഞ്ഞ പത്യവും ചിട്ടയും ഒന്നും തെറ്റണ്ട. ഉത്സാഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് താഴെ പോകാതെ നോക്കണം. ശരി ഡോക്ടർ. ആഹാ
ഇത് ശരിയായി അല്ലേ? അപ്പൊ ഇതിന് കുറച്ചുകൂടി കാലം ഓടുമല്ലോ എന്നെ പോലെ. അച്ഛൻ ഫുൾ കണ്ടീഷൻ അല്ലേ, നിറയെ പേഷ്യൻസും ഇഷ്ടം പോലെ കാശും. കാശൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി വേൾഡ് ടൂർ പോകാനുള്ളതാ. ഓഹോ, വയസ്സുകാലത്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വയസ്സായ മക്കൾ തന്നെ നോക്കണമെന്ന് വാശി പിടിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഞങ്ങൾ ആ ടൈപ്പ് അല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കാശും വേണ്ട, പ്രൊട്ടക്ഷനും വേണ്ട. മക്കളുടെ കാര്യം നോക്കുക, ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അതെങ്ങനെ ശരിയാവുക? മക്കളെ നോക്കേണ്ടത് അച്ഛന്റെ കടമയല്ലേ. പ്രായമായി എന്ന് കരുതി അതിന് ഇളവൊന്നും വേണ്ട. ഓ, അച്ഛൻ എന്തായാലും റെസ്റ്റ് എടുക്കണ്ടെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കിത് റെസ്റ്റ് എടുക്കാമല്ലോ. അതിന് വിരോധമൊന്നുമില്ല. നീ ഇന്ന് ഫ്രീ ആണോ? ഇനി അങ്ങോട്ട് ഫുൾ ഫ്രീ അല്ലേ? മാധവൻ നമ്പൂതിരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വന്നിരുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ശരിക്കും ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. പഴയ പോലെ വർക്ക്ഷോപ്പ് തന്നെയാണോ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഒരു ഓർഗാനിക് കറി പൗഡറിന്റെ യൂണിറ്റ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. നോക്കട്ടെ. വേൾഡ് ടൂറൊക്കെ ഞാൻ സഫാരി ചാനലിൽ കാണുന്നുണ്ട്. കാശൊക്കെ കുറച്ചൊക്കെ എൻ്റെ ഉണ്ടാവും. അച്ഛനല്ലേ എൻ്റെ ധൈര്യം. കാശൊന്നും ആവശ്യമില്ല അച്ഛൻ. അച്ഛൻ ഇതുപോലെ ഉഷാറായിട്ട് കൂടെ ഉണ്ടായാൽ മതി. പുകയില വേണ്ടല്ലോ അല്ലേ? പുകയിലില്ലാണ്ട് എന്ത് മുറുക്കാനാ? ഒന്ന് മുറുക്കിന്ന് തോന്നണമെങ്കിൽ പുകയില കാണും. ആവാം. താൻ ഇതും കൊണ്ടൊന്ന് അകത്തേക്ക് പോവുക. ആ ഡോക്ടർ കണ്ടാ പിന്നെ അത് മതി. പോയിക്കൊള്ളുക. ഒന്ന് നേരക്കാവട്ടെ. കിടപ്പാണെന്ന് പറഞ്ഞിട്ട് നല്ല ഉഷാറിലാണല്ലോ തിരുമേനി. കിടപ്പാണെന്ന് പറഞ്ഞാലേ ഡോക്ടർ ഒന്നും ഇങ്ങോട്ട് എഴുന്നുള്ളൂ. ഓ, ആളെ പറ്റിക്കുന്ന പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ? ഒന്ന് കാണണം തോന്നി. എന്നാൽ ചില അസ്വസ്ഥതകളൊന്നും ഇല്ല. ഇയാൾ ദുബായിലല്ലേ? പോന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും. നന്നായി. അച്ഛനൊരു കൂട്ടായല്ലോ. എന്താ ഇപ്പൊ പ്രത്യേകിച്ചൊരു വിഷമം? ഇത്തിരി അജീർണുണ്ട്. ശോധനയും വളരെ കമ്മി. മൂത്രത്തിൽ ചെറുതായ ഒരു മഞ്ഞുണ്ടോ എന്നൊരു സംശയം. നോക്കട്ടെ. എന്താ? വടക്കേ തൊടിയിൽ കീഴാർനെല്ലി ഉണ്ടാവും. കുറച്ച് തഴുതാമ്യം പറിച്ചോളൂ. തഴുതാമ വേണോ? അതെന്താ കീഴാർനെല്ലി സമ്മതിക്കില്ലേ? ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. പിന്നെന്താ പ്രശ്നം? പേരക്കുട്ടികൾ കൽക്കത്തയിൽ നിന്ന് വന്നിരുന്നു. അവര് ബാറ്റ് കളിക്കുമ്പോൾ ഞാൻ ഇറങ്ങി 2 അടി അടിച്ചു. മൂന്നാമത്തെ അടിക്ക് ഒരൊറ്റ പൊടുത്താണ് ഈ ഭാഗം. ഭയങ്കര വേദന, അനക്കാൻ വയ്യ. തോന്നിയാസത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് അയ്യോ, അങ്ങനെ ഇതൊരു മെക്കാനിക്കൽ ഇഞ്ചുറി അല്ലേ? അതിന് ഈ മെക്കാനിക്ക് മതി. എന്താ ഒന്ന് നോക്കി. ഇയാൾ മതിയോ? ഇയാൾ കുറേ നാളെ എൻ്റെ കൂടെ ആണെന്നല്ലേ? തിരുമേനി, ഇവിടെ അല്ലേ വേദന എന്ന് പറഞ്ഞ്? ശിവനെ, ശരിയായല്ലോ. ഓ, കൊള്ളാലോ മെക്കാനിക്ക്. നന്നായി നടന്നിരുന്നുമില്ല. കോമ്പറ്റീഷൻ കാരണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഞാനിതങ്ങ് വിട്ടു. ഈ മെഷീൻസ് ഒക്കെ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണല്ലോ അല്ലേ? പിന്നെ നല്ല ഡിമാൻഡുള്ള സമയത്തെ 24 മണിക്കൂർ ഈ മെഷീനൊക്കെ വർക്ക് ചെയ്യിക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല. അത്രയ്ക്ക് ഗ്യാരണ്ടിയാ. ഞാൻ അങ്ങനെ ഇവിടെ വരാറില്ലേ. എല്ലാം നോക്കി നടത്തുന്നത് രാമൻകുട്ടിയാ. മൂപ്പർക്ക് 2 തടിമില്ലാണ്. ഫുൾ ടൈം ശ്രദ്ധ അതില്ല. അങ്ങനെ അത് പൂട്ടേണ്ടി വന്നു. അതുകൊണ്ട് കഷ്ടത്തിലായത് ഞാനാ. 30 വർഷം ഞാനിവിടെ ജോലി ചെയ്യണ ആളാണ്. ഇവിടുത്തെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ മണം അടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. രാമൻകുട്ടി നല്ല വർക്കിംഗ് കണ്ടീഷനാ. നിങ്ങൾ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതും ഫ്രീ ആയിട്ട് എടുത്തോ. വാ. അതെ, ഇനി പാക്ക് ചെയ്യണ മെഷീനൊക്കെ അപ്പുറത്തുണ്ട്. കാണിച്ചാൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ആയിട്ട് 5-6 കൊല്ലമായുള്ളൂ. നന്നായി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓ, അതെ, ഈ പൊടിമില്ല് നടത്തി പൊടിയടിക്കാനാണോ ദുബായിൽ നിന്ന് ഇവിടെ വരെ വന്നത്? ഇതിലും ഭേദം എൻ്റെ ഊബറാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല ലോറൻസേ. നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംഗതി മാറും, മൊത്തം കളർഫുൾ ആവും. എൻ്റെ മനസ്സിൽ ഇവിടുത്തെ മെഷീൻസ് ഒക്കെ ഇപ്പം തന്നെ ഓണായി കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മസാലപ്പൊടിക്ക് ആ സെക്ഷനല്ല സാറേ. അവിടെ. അതെ, എനിക്ക് ആ ബ്രാൻഡ് തന്നെ വേണം, പ്രവാസി മസാല. അത് കൊള്ളാം കേട്ടോ. ഞാൻ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഉപയോഗിച്ച് ഒറിജിനലാണെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രവാസി തന്നെ പ്രിഫർ ചെയ്യുന്നത്.
സാറേ ആ ഇത് തന്നെ ഇതാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറയണം. സാറ് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് നോക്ക്. പ്രവാസി മസാല കഴിഞ്ഞിട്ടുള്ള പൊടിയേ ഉള്ളൂ. ആണോ? താങ്ക് യു. ഓക്കെ. മാനേജർ അവിടെ ഉണ്ടേ. സോറി, ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം സാർ. സോറി സാർ. ബ്ലഡി സ്ട്രേഞ്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് മന്ത് ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്ട്സ് കൊണ്ടുവച്ചിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ. ഏതായിരുന്നു പ്രോഡക്റ്റ്? സാറിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ നന്ദൻ, പ്രവാസി കറി പൗഡറിൻ്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മാസമായിട്ട് ഇന്നാണ് ഒരു പീസ് വിറ്റുപോയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല അഭിപ്രായമാണല്ലോ. അതിന് ആദ്യം ആരെങ്കിലും അത് മേടിക്കണ്ടേ? അതിന് നല്ല പബ്ലിസിറ്റി വേണം. ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? ബാക്കി പല സാധനത്തിലും മായമല്ലേ. മല്ലിപ്പൊടി, അറക്കപ്പൊടി, മുളക് പൊടിയിൽ ഇഷ്ടിയപ്പൊടി. ഇത് സാധനം ഓർഗാനിക്കാ. അതിന് ഞങ്ങൾക്ക് ഓർഗാനിക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. താനകത്ത് ഇഷ്ടിയപ്പൊടിയോ അറക്കപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്തോ. പക്ഷെ ആൾക്കാർ വാങ്ങണം. സാധനം വിറ്റുകൊണ്ട് പൈസ തരാൻ പറ്റില്ല. ഇതേ ഇന്നത്തെ എൻ്റെ മാർക്കറ്റിംഗ് പ്രൂഫ്. പിന്നെ നമ്മുടെ വണ്ടി കയറുന്ന പാസഞ്ചേഴ്സിനോട് നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യും. അതെങ്ങനെ? ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു തുടങ്ങും. വളഞ്ഞു തരുന്ന പ്രവാസി കറി പൗഡറിൽ വന്ന് നിൽക്കും. കടൽ പോലെ കിടക്കുന്ന മാർക്കറ്റാണ് ലോറൻസേ. അതിനിടയ്ക്ക് തൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ഒന്നും ഏശില്ല. താൻ എന്നെ ഡിസ്കറേജ് ചെയ്യല്ലേ മാൻ. ലെറ്റ് ദി അണ്ണാറക്കണ്ണൻ ഡു ഹിസ് റോൾ. അണ്ണാറക്കണ്ണനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല ലോറൻസേ. ഓ പ്ലീസ് ഹാവ് ഇറ്റ്. നന്ദ മാത്രം ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ശരിയല്ല കേട്ടോ. സ്പെഷ്യലി വെൻ വി സിറ്റ് ഫോർ എ ഡ്രിങ്ക്. നല്ല ഒന്നാം തരം വൈൻ ഉണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട, ഇത് മതി. ഓക്കെ. നല്ല പബ്ലിസിറ്റി കൊടുക്കണമെന്നാണ് ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പറയുന്നത്. പബ്ലിക്കിന് വിശ്വാസമുള്ള ആരെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് വിൽ വർക്ക്. എക്സാക്ട്ലി ലൈക്ക് സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ്. സിനിമാക്കാരെ വെച്ച് പബ്ലിസിറ്റി ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മുടെ ഇല്ല ലോറൻസേ. നമ്മുടെ ഈ സിനിമയിലെ ശ്രീനിവാസിനെ ഓർഗാനിക് ഫുഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? റൈറ്റ്. ആ വഴിക്കൊന്ന് മുട്ടി നോക്കിയാലോ? അതൊന്നും നോക്കാവുന്നതാണ്. മാത്രമല്ല, പണ്ട് അജ്മാനിലെ പ്രവാസി അസോസിയേഷൻ മൂപ്പര് വന്നപ്പോൾ പൊന്നാട എണീച്ച് ഞാനായിരുന്നു. അത് മൂപ്പര് മറന്നു കാണാൻ വഴിയില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ നന്ദൻ, നന്ദകുമാർ. ഗൾഫിലായിരുന്നു. സാറിന് എന്നെ മനസ്സിലായോ? ഒരു 10 വർഷം മുമ്പ് സാറ് അജ്മാനിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ സാറിനെ പൊന്നാടി അണിയിച്ച് ഞാനായിരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നോ? ഓ, 10 വർഷം മുമ്പ് പൊന്നാടി അണിയിച്ച ഒരാളെ ഞാൻ മറക്കുക? ഇന്ന് രാവിലെ 9:30 വരെ ഞാൻ നിങ്ങളെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാനിപ്പോൾ ഗൾഫൊക്കെ വിട്ടു. നാട്ടിൽ ചെറിയൊരു സംരംഭം, ഇങ്ങനെ ഈ ഓർഗാനിക് കറി പൗഡറിൻ്റെ ഒക്കെ. സാർ അതിൻ്റെയൊക്കെ ഒരാളാണല്ലോ. ഞാൻ ഒന്നിൻ്റെ ഒരാളുമല്ല. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് സാർ എൻ്റെ ഉദ്ദേശവും. ഇതാ കണ്ടോ, 100% ഓർഗാനിക്കാണ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ നാസയുടെ ലാബറട്ടറി കൊണ്ട് പരിശോധിക്കാം. എവിടെ എവിടെ? അമേരിക്കയിൽ നാസയുടെ ലാബിൽ. എന്നാൽ നന്നിട്ടൊരു കാര്യം ചെയ്യും. ഈ മസാലപ്പൊടി നാസയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ടുപോവാ. അല്ല, അത്രയ്ക്ക് ഓതന്റിക്കാന്ന് പറയായിരുന്നു സാർ. പ്രവാസി മസാലപ്പൊടിക്ക് പറ്റിയ പേര്. മിഥുനത്തിലെ ദാഷായണി ബിസ്ക്കറ്റിനൊക്കെ ബെറ്റർ അല്ലേ സാർ? സാറേ, ഞാൻ ഈ പ്രവാസി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് പ്രവാസി നന്ദൻ എന്നൊരു ഇരട്ട പേര് കൂടി ഉണ്ട്. അല്ല, ഈ പേരിന്റെ പേരിൽ അതും കൂടി ഉണ്ടെന്ന് പറയായിരുന്നു. സാർ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ചേച്ചിയോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞിട്ട് റിസൾട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ സാറിന്റെ സമയം കളയുന്നില്ല, എഴുത്ത് കിടക്കട്ടെ. നീയാണോ ഈ ഫോട്ടോ എടുത്തേ? അന്ന് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ ചിരിയിൽ എന്തോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലേ എനിക്കും തോന്നിയത്. പക്ഷേ നിന്റെ ഉണ്ടാക്കി പറയുന്ന സ്വഭാവം വെച്ച് ഒന്നും കൂടി നോക്കുമ്പോ ഇതൊരു സാധാ ചിരിയാ. എടാ, ഈ പെൺപിള്ളേർക്ക് ക്യാൻഡിഡായി ഫോട്ടോസിന് പോസ് ചെയ്യാൻ ജന്മനാ ഒരു കഴിവുണ്ട്. അല്ല, ഞാൻ എൻ്റെ ചാരന്മാരെ വെച്ച് അവളുടെ ഗ്രൂപ്പിൽ ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് രോഹിത് നല്ല വിറ്റാണ് കേട്ടോ എന്നവരെ പറഞ്ഞിട്ടുണ്ട്. അത്രേ പിന്നെ കാര്യം. എന്നിട്ടും അവൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, കട്ട്. മതി, എനിക്കിതിലൊരു സിസ്റ്റർ സപ്പോർട്ട് ആവശ്യമില്ല. ഞങ്ങൾ ഒളിച്ചോടിക്കോളാം. അയ്യോ, ഒളിച്ചോടാ, അത് പോടാ. നിന്നെ പിന്നെ വീട്ടിൽ കയറ്റത്തില്ല. അതൊരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ ശരിയായിക്കോളും. അച്ഛനും കൂടി കേൾക്കാൻ പറ്റുന്ന കോമഡിയാണോ? ഈ മാരേജിനുള്ള ലീഗൽ പ്രായം ഈയിടെ കുറച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആർക്കാ, നിനക്കാണോ ഇവനാണോ?
ചേച്ചി ആരോ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛാ. അതാ ഓടിപ്പോന്നൊക്കെയാ പറയുന്നത്. അയ്യ ഈ ചാടിക്കേറി പറയുന്നതിന് ഒരു തെളിവാണ്. കക്ഷി നീ തന്നെ. അതാണ് ആദ്യം ആ എൻട്രൻസ് ചെയ്തെടുക്കാൻ നോക്കണം. ചെറിയ തോതിൽ ഇവളൊരു അനുഭവം കാണിച്ചു തുടങ്ങിയാൽ മതി. ബാക്കി ഞാൻ അതിൽ പിടിച്ച് കയറും. അത് മനസ്സിലായിട്ട് തന്നെ അവൾ ഇപ്പോഴും പരിധിക്ക് പുറത്ത് തന്നെ നിൽക്കുന്നത്. അതെ, ഒന്ന് നോക്കി. ഞാനൊരു ബോറനല്ല. അല്ല, ഞാൻ വേറൊരു ബോറനല്ലാന്ന്. എൻ്റെ അച്ഛൻ ഹൈക്കോർട്ടിലെ സാമാന്യം തിരക്കുള്ളൊരു വക്കീല. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലെങ്കിലും BEd കഴിഞ്ഞതാ. ഒരേ ഒരു ചേച്ചി 2 കൊല്ലം കഴിഞ്ഞ അവള് ഡോക്ടറാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ ഫാമിലി സെറ്റപ്പ് ഇങ്ങനെയാന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി നിന്നായതുകൊണ്ട് എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് ബോറനാവാൻ പറ്റില്ല. സത്യം, ഇറ്റ്സ് എ ഫാക്ട്. സിസ്റ്റർ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കുമോ? ഈ സിസ്റ്റർ കുറച്ച് അല്ല അപ്പുറത്തെ മാറി. കോച്ചിങ് സെൻറ്ററിൽ വെച്ച് സംസാരിക്കാൻ നിന്ന അപർണയുടെ അങ്കിളുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. പിന്നെ +2 കഴിഞ്ഞ് 3 കൊല്ലമായതുകൊണ്ട് സ്കൂളും സേഫല്ല. ഏത് നിമിഷം വേണമെങ്കിലും പൊക്കാം. മാത്രമല്ല ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. ഓ, നീ സ്കൂളിലാണോ? ഞാൻ പറഞ്ഞില്ലേ ഇതേ പൊക്കി. അല്ല സാർ, ഞാൻ ഇതുവഴി പോയപ്പോ ചുമ്മാ കയറി അത്ര. ഗേൾസ് എല്ലാം ചെല്ലും. വേഗം സ്പീഡപ്പ്. അപർണ ഇൻസ്റ്റയിലൊന്ന് ആഡ് ചെയ്യാവോ? ആലോചിക്കാം. ആ മതി. ദാ ഇറങ്ങായി. പുല്ല് പറിച്ചാൽ മതി, കൂർക്കയുടെ കടയൊന്നും കളയണ്ട. ഗുഡ് മോർണിംഗ് സാറേ. രാവിലെ തന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ലേ? തന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് നാസയുടെ ലാബിലൊന്നും പോയി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട. തൻ്റെ മഞ്ഞപ്പൊടി മുളകൊടി ഗംഭീരമാണ്. ശരിക്കും വീട്ടിലുണ്ടാക്കിയതുപോലെ. എൻ്റെ ഭാര്യ വിമലക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓ, സാറിന്റെ നാവിന്നൊക്കെ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം സാറേ. അതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരനൊന്നും കൊടുക്കണ്ട, തൻ്റെ ആത്മാർത്ഥതയ്ക്കുള്ളതാണ്. ഒരു തരി പോലും മായം ചേർക്കാത്ത മസാലപ്പൊടി. അങ്ങനെ എനിക്ക് തോന്നിയത്. ഓ സാറേ, സാർ ഇപ്പൊ പറഞ്ഞതാ ഇതിൽ നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ഭാര്യയ്ക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സന്തോഷമാവും. അതുകൊണ്ടാണ്. അത് വേണം. പ്ലീസ് സാർ, പ്ലീസ്. വർഷങ്ങളായി ഭക്ഷണത്തിന് പകരം വിഷം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രധാനമായും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷം ഇറക്കുമതി ചെയ്ത് അവർ നമ്മളെ തീറ്റുകയാണ്. ഇവിടെയാണ് നന്ദൻ്റെ പ്രവാസി മസാലപ്പൊടിയുടെ പ്രസക്തി. ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഈ സത്യസന്ധത നിലനിർത്താൻ പ്രവാസിയുടെ പ്രവർത്തകർക്കെന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രേറ്റ്. ഇതാണ് പരസ്യം. ഇത് പക്ഷേ ഇങ്ങനെ നിന്റെ ഫോണിനകത്ത് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാർ കാണണം. ശ്രീനിവാസനെ പോലൊരാൾ ഇത്ര സിൻസിയറായിട്ട് പറയുമ്പം ജനങ്ങളതും അവർ പ്രവാസി കറി പൗഡർ ചോദിച്ചു വരും. അത് കറക്റ്റാ. അങ്ങനെ ചെയ്താൽ മൊത്തത്തിലൊരു ഓളുണ്ടാവും. കഴിഞ്ഞോ? ഇപ്പം കഴിയുവേ. കഴിഞ്ഞോ? ഗുഡ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, വെൽക്കം. പോര്. ആരാ ദുബായിലെ ജോലി പോയല്ലേ? പോയതല്ല, കളഞ്ഞതാ. ഓ, കുക്കിക്ക് വാക്സിൻ എടുത്തോ അമ്മേ? അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താ കാർ എടുത്തില്ലേ? ആ കാരവൻ എടുക്കില്ലല്ലോ. കുക്കി എവിടെ? എവിടെ പോയത്? അച്ഛൻ അതിനെ കൊണ്ട് കളഞ്ഞോ? ഇതിലുണ്ടായിരുന്നേ. പിന്നെ എവിടെ പോയി? ഓ, ആ ജംഗ്ഷനിൽ ഒരു കാറുകാരന് വഴി പറഞ്ഞു കൊടുക്കാൻ നിർത്തിയിരുന്നു. അപ്പ ചാടിപ്പോയതായിരിക്കും. ഇപ്പൊ പിടിച്ചോണ്ടിരാം. കണ്ണുരുട്ടണ്ട, കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം. നീ പോയി ഡ്രസ്സ് മാറി. അത് പോവൊന്നുമില്ല.
നല്ല തട്ടി. ഹലോ, പോലീസ് അല്ലേ? അപ്പു ഒന്ന് എന്തെങ്കിലും കഴിക്കേ. ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുക്കിയെ തിരിച്ചു കിട്ടുമോ? അച്ഛനൊരു ശ്രദ്ധ കുറവ് പറ്റി. ഐ എം സോറി. ഒരു പട്ടിക്കുഞ്ഞല്ലേ, അതിനേക്കാൾ നല്ല ഒരെണ്ണത്തിന് നമുക്ക് വേറെ വാങ്ങാം. എന്നെയാണ് കാണാതായതെങ്കിൽ അച്ഛൻ വേറൊരെണ്ണത്തിന് വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുവോ? നിന്നെ പോലെയാണോ പട്ടിക്കുഞ്ഞ്? അച്ഛന് ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് കുക്കി. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അച്ഛൻ അറിയാതെ പറ്റിയതല്ലേ മോളെ? അറിഞ്ഞോണ്ട് തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ അതിനെ എവിടെ കൊണ്ട് കളയുന്ന. ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതങ്ങ് ചെയ്തു. ദൈവമേ, ഏത് നേരത്താണാവോ അതിനെ കുത്തിവെക്കാൻ കൊണ്ടുപോകാൻ തോന്നിയത്? എൻ്റെ ജോലി ആകെ ഒരു 2 മിനിറ്റാണ് ആ സ്കൂട്ടറിൽ നിന്ന് നിർത്തി കാറുകാരനുമായിട്ട് സംസാരിച്ചത്. അതിനിടയിൽ ചാടി പോകുന്ന ആരെങ്കിലും വിചാരിച്ചോ? എന്തിനാ സ്കൂട്ടർ കൊണ്ടുപോയേ? കാറുണ്ടായിരുന്നില്ലേ ഇവിടെ? അതെടുക്കില്ല. ഈഗോ. അമ്മയുടെ സ്വത്തല്ലേ. നിർത്തേ. കുറെ നേരമായി തുടങ്ങിയിട്ട് മനുഷ്യൻ ഇവിടെ 100,000 കൂട്ടം കാര്യങ്ങളായിട്ട് ഓടി കിടക്കുമ്പോഴാണ് അവളുടെ ഒരു പട്ടിപ്രേമം. എനിക്ക് അതിന് ഇഷ്ടമല്ല. വൃത്തികെട്ട ജന്തു. ഞാൻ തന്നെ അതിനെ കൊണ്ടുപോയി കളഞ്ഞത്. അതങ്ങ് സമ്മതിച്ചാ മതി. ആ, സമ്മതിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അപ്പോഴേ 2 പേരും കൂടി ഞാൻ കടിച്ചു കീറുന്നത്. ഇനി ഞാൻ പറയുന്നില്ല. കാര്യം എന്താന്ന് പറ ജൂലി. നിനക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? എനിക്കിന്ന് PSCയുടെ മെമ്മോ കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്യാൻ. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. എവിടെയാ പോസ്റ്റിംഗ്? വയനാട് കളക്ടറേറ്റിൽ. പക്ഷെ ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അടി കൂടുന്ന അച്ഛനെ മോളെ മാത്രമാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? അല്ല, അതിപ്പോ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു ഗവൺമെന്റ് ജോലി എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൗഡ് മൊമെന്റ്. എനിക്കതിനുള്ള യോഗ ഇല്ലാന്ന് വിചാരിച്ചോളാം. ജോലി, ഞാൻ മോളോട് വഴക്കിട്ടതൊക്കെ നിനക്ക് ഈ ജോലിയെ വേണ്ടാന്ന് വെക്കാനുള്ള റീസണാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ കൂടെ പോയതുകൊണ്ട് പല സ്ഥലത്തും നീ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ചാൻസ് ആയിട്ട് ലോട്ടറി പോലെ ഇപ്പോൾ കിട്ടിയ അപ്പോയിൻമെൻറ്റേ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ്. അത് മാത്രമല്ല നന്ദേട്ട, ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദിവസം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്? ഇനി എപ്പോഴാ? ജോലിയേക്കാളും എനിക്ക് വലുത് നമുക്കിപ്പോൾ ഉള്ള ഈ സെക്യൂരിറ്റിയും നമ്മുടെ ഈ ചെറിയ ലോകമൊക്കെ തന്നെയാണ്. അത് മതി എനിക്ക്. ഒക്കെ ശരിയാണ്. നമുക്ക് ഈ ജോലി ഒരു എക്സ്ട്രാ ഇൻകമായിട്ട് കാണണ്ട. നിന്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്, നിന്റെ അഭിമാനമാണ്. ജോലി സ്ഥലം കുറച്ച് ദൂരെയാണെന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ടേക്കൊരു ട്രാൻസ്ഫർ കിട്ടിയ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും ഈ ജോലി കളയാൻ ഞാൻ സമ്മതിക്കില്ല. മധുര സൂപ്പർ മാർക്കറ്റ് ചാതിരത്തിലുണ്ട്. വൈക്കം, തലയോടപ്പുറമ്പ്, ഏറ്റുമാനൂർ, കോട്ടയം, കുമളി, കമ്മംഘട്ടൻ, ഉസ്ലാപ്പറ്റ വഴി പോകുന്ന മധുര ബസ് ചാതിരത്തിലുണ്ട്. ഒരു ടാക്സി വിളിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴും ലേറ്റായിട്ടൊന്നുമില്ല. ഒരാൾക്ക് മാത്രം പോകാൻ എന്തിനാ ടാക്സി? മാത്രമല്ല ഇതാ സേഫ്. എന്നാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ. മോക്ക് എക്സാം ആയതുകൊണ്ടല്ലേ. സേവറെങ്കിലും വേണ്ടി ഞാൻ ചെല്ലുമ്പോഴേക്കും ബസ് സ്റ്റേഷനുണ്ടാവും. ഒരു പേടിയും വേണ്ട. അച്ഛൻ എന്തെങ്കിലും വഴക്കിട്ട നേരെ ഫോൺ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. ദൂരെയാണെങ്കിലും നിന്റെ അച്ഛനെ നിലയ്ക്ക് നിർത്താനുള്ള മരുന്നൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, സമൃദ്ധമായി ജീവൻ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. അമ്മേനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോൺ എടുക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും സമയമില്ല. ഇപ്പോൾ അങ്ങനെ ഓഫീസ് ടൈമൊന്നുമില്ല. ചിലപ്പോൾ സന്ധ്യയാകും തിരിച്ചു പോകാൻ. ഇപ്പൊ വയനാട് പ്രകൃതി രമണീയാന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി രമണി ഇവിടെ വന്നിട്ട് ആകാശം പോലും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ബോംബിന്റെ കൂടെ വെക്കുന്ന ആ ക്ലോക്കില്ലേ, അതേപോലെ സമയം പറക്കുന്നത്. എൻ്റെ അമ്മോ, സർക്കാർ ഓഫീസിന്റെ ഒരഴപ്പും ഇവിടെ നടക്കത്തില്ല. എൻജോയ് യുവർ ഡ്രീം അമ്മ. പ്രേയർ കഴിഞ്ഞ് ആരാ നിന്നെ ഡ്രോപ്പ് ചെയ്യാ? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് കഴിക്കാൻ നിൽക്കില്ല. മാഡം, പക്ഷെ നസ്രാണി ഫുഡിനോട് വിരോധമൊന്നും ഉണ്ടാവില്ല. നീ അമ്മച്ചിയോട് പറഞ്ഞ അച്ഛനും കൂടി ഉള്ളതങ്ങ് പൊതിഞ്ഞെടുത്തു. അത് അമ്മച്ചി ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അമ്മ രാത്രി വിളിക്കുവോ? വിളിക്കാം. ജൂലിയറ്റ്, സർ, ഈ സാധനം ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങളാരും ഇത് ഓഫീസ് ടൈമിൽ ഉപയോഗിക്കാറില്ല. സോറി സർ. ആ, ഡയറി മിൽക്ക്. ചേച്ചി ഇതിന്റെ പാറ്റേൺ മാറ്റിയായിരുന്നോ? എന്തേ? അല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനാ. പുള്ളി എൻ്റെ നമ്പർ അറിയാതെ ബ്ലോക്ക് ചെയ്തു. പിന്നെ വാട്സാപ്പിൽ വിളിക്കണം. അതും ബ്ലോക്കായി. ഇൻസ്റ്റഗ്രാം? അതും. മനസ്സിലായി. മറ്റേ കുട്ടി നാണമില്ലാത്തവനെ ഒരാൾ ബ്ലോക്ക് ചെയ്താൽ പിന്നെ പുറകെ നടക്കരുത്. ഇതങ്ങനെ ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഐ ലവ് യു പറഞ്ഞു. അറിയാതെ ഐ ലവ് യു? യെസ്. നമ്പർ പറ. 9895133776. എന്താടാ ഇതൊന്ന് നിർത്തി പറ. 9895133776. ഹലോ, ഹായ് അപർണ, ഞാൻ സംഗീത. മോളുടെ കട്ട ഫാൻ രോഹിതിൻ്റെ ചേച്ചിയാ. കട്ടിയല്ലേ? ഞാൻ അവനൊന്ന് ഫോൺ കൊടുക്കാം. ഓവർ ആക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹലോ. ഓ, വീട്ടുകാരിറക്കി കളിക്കുകയാണോ? അത് ബ്ലോക്ക് ചെയ്ത ഷോക്കിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. വെറുതെ സമയം കളയണ്ട രോഹിത്ത്. ഞാൻ ലേശം ഓൾഡ് സ്കൂളാ. ഓൾഡ് സ്കൂളാ? ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാ. സമയമാകുമ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി അച്ഛനും അമ്മ എനിക്ക് കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ ഐ പിക്ക് ദ ബെസ്റ്റ് ഫ്രം ദം. സിമ്പിൾ അല്ലേ? അതിലും ബെസ്റ്റ് ഞാനാണെങ്കിലോ? അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി തോന്നണ്ടേ? ഇന്ന് മുതൽ അവർ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മ ഇമ്പ്രസ് ചെയ്യാൻ ഇനി വയനാട് വരെ പോകേണ്ടി വരും. അച്ഛൻ ഇവിടെ ഉണ്ട്. കാണുമ്പോൾ സോഫ്റ്റാ, പക്ഷെ ആളിത്തിരി ടെററാ. ടെറർ സോഫ്റ്റ് ആക്കിയാൽ പോരെ? ഏതൊരു ഫാദറിൻലോയും കൊതിക്കുന്ന സണ്ണിൻലോ ആയിരിക്കും ഞാൻ. എന്നാ സണ്ണിൻലോ ചെല്ല്, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അയ്യോ, വെക്കില്ല. എപ്പോഴും ചേച്ചിയുടെ ഫോൺ കിട്ടത്തില്ല. ലേശ അഹങ്കാരിയ. സോ പ്ലീസ് ഒന്ന് അൺബ്ലോക്ക് ചെയ്യോ? ആലോചിക്കാം. കുഴപ്പമില്ലാതൊക്കെ പോണു.
ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ നല്ലത് തിരിച്ചറിയാൻ നമ്മുടെ മലയാളികൾക്ക് അറിയാം സാർ. ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് മാത്രം. നന്ദൻ, പ്രവാസി മല്ലിപ്പൊടി ഉണ്ടോ? അരുണിനോട് ഞാൻ പറഞ്ഞിരുന്നു ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടോളാം. ശരി നന്ദൻ, അങ്ങനെ ആവട്ടെ. ചേട്ടി പ്രവാസി മുളക് പൊടി എന്താ രമേട്ടാ പോയാ? ഞാൻ വരുന്ന വെയിറ്റ് ചെയ്യാൻ പറയാറുന്നില്ലേ? ആ പോണെങ്കിൽ പോട്ടെ. ആ ഡെസ്പാച്ചിലെ മുരളിയെ പാക്കിങ്ങിൽ നിർത്ത്. ഓ നന്ദി കെട്ട വർഗങ്ങൾ. എന്തൊരു സാറേ? ഏയ് ഫാക്ടറിയിൽ ഒരു പയ്യൻ കമാന്നൊരു അക്ഷരം പറയാതെ അങ്ങ് മുങ്ങിക്കളഞ്ഞേ. ഈ നാട്ടുകാർക്ക് ഒരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ജോലിക്ക് വെച്ചത്. പക്ഷെ ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഒരെണ്ണത്തിനില്ല. നമ്മളിവിടെ മറുനാട്ടുകാരെ പണിക്ക് വയ്ക്കാറുണ്ട്. അതാ ബെസ്റ്റ്. ഇനി വല്ല ബംഗാളികളോ ബീഹാരികളോ പണി അന്വേഷിച്ചോട് വരികയാണെങ്കിൽ ഒന്നങ്ങോട്ടേക്ക് അയച്ചേക്കണേ. ഇതാ സാറ് വെച്ച പ്രവാസി. പ്രവാസിയോ? ഏത് പ്രവാസി? ഞാൻ ചോദിച്ചില്ല, അവിടെ തന്നെ കൊണ്ട് ചോദിച്ചു. അക്ഷയ സൂപ്പർ മാർക്കറ്റ്, ഇരുമ്പ് പാലം ആലപ്പുഴ. ആ രാജീവൻ സൂരജൊക്കെ ഇവിടെ. അവർ രണ്ടുപേരും ലീവാക്കിയത്. അവരേതോ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമെന്നും പറഞ്ഞു. അപ്പം ആലപ്പുഴയ്ക്കുള്ള ലോഡ് പോയത് തന്നെ. ഈ പെങ്ങന്മാരും ഫ്രണ്ട്സും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ജോലിക്ക് വെച്ചൂടെ? അല്ല, അത് പറയാനാണ് ഞാൻ വന്നത്. പുറത്തെ ഒരു ബംഗാളി പയ്യൻ വന്നിട്ടുണ്ട് ജോലി അന്വേഷിച്ചിട്ട്. ആളെങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. രാമേട്ടൻ ഹിന്ദിയിൽ എങ്ങനെയാ? ഹിന്ദിയിൽ ഞാൻ മോശം. ഞാനും മോശം. എന്നാലും വിളിക്കേ. അതെ, പുറത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട്, അവനെ വിളിച്ച. পাগল হয়ে যাব আমি, পাগল হয়ে যাব. അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഓണർ. നമസ്തേ സാർജി. അത് വേണ്ട. क्या नाम है मेरा? मेरा नाम रबींद्र चट्टोपाध्याय. हाँ. यहाँ बड़ा बड़ा काम है. जी साहब, कोई मुश्किल नहीं है. मुझे तुझे എന്തായാലും പറയാ മറ്റേ മുജ്കോ കുറച്ച് മലയാളം അറിയും സാർ, സോ പ്ലീസ് ഡോണ്ട് വെറി. ഓ അത് നന്നായില്ല. നിന്നെ കണ്ട ഒരു പണിയെടുക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. ആക്ച്വലി ഐ എം എ സ്റ്റുഡൻറ്റ്. ഡോക്ടർ ആകണം എനിക്ക്. ഓ मेडिकल एंट्रेंस रिपीट ना. मेरा पिताजी एक शॉप से सिक्योरिटी है, उसका पास पैसा नहीं है तो फीस അടക്കാൻ കൊടുക്കാൻ. സോ ഐ ബാഡ്ലി നീഡ് എ ജോബ് സാർ. ഗുഡ് വെരി ഗുഡ്. ഇനിയും കുറേ സ്വപ്നങ്ങളുണ്ട് സാർ. അതെന്തൊക്കെയാ? MPBS കഴിഞ്ഞ് സിവിൽ സർവീസ് പോകണം. ഓ അപ്പൊ ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല. ഇതിലും വലിയ ബഡാ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സാർ. അതെന്താ ബഡാ സ്വപ്നം? അത് IAS കഴിഞ്ഞ് MBBS കഴിഞ്ഞ് ആപ്കാ സാത്ത് ബോലേഗാ. MBBS IAS അവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ പണികളിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ പിന്നെ നിന്റെ ബംഗാളി ചെന്നിട്ട് നിനക്ക് ബോധം തിരിച്ചു കിട്ടും. അത് സംശയ. നിന്റെ പേരെന്ന് പറഞ്ഞു? രബീന്ദ്ര ചതോപാധ്യായ. അപ്പൊ ചതോപാധ്യക്ക് ഇവിടുത്തെ പണികൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുത്തേ. വാങ്ക തമിഴ്. തമിഴോ? ഈ മലയാളം അറിയാത്ത ആരോടും സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭാഷ തമിഴാണ്. വാങ്ക തമിഴ്. ഒരു മിനിറ്റ്. ഇനി അത് വന്ന് முதல்ல ഇതെല്ലാം പാക്ക് பண்ணு. ഉറങ്ങിക്കൊണ്ട് പഠിക്കുകയായിരിക്കില്ലേ? കണ്ണടഞ്ഞു പോയതറിഞ്ഞില്ല. ജ്യൂസ് കുടിക്കേ, ഉറക്കക്ഷീണം മാറട്ടെ. അടുത്ത വർഷം നമുക്കൊരു ഇന്ത്യ ടൂർ പോണേ. എങ്ങോട്ട്? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊന്നുമല്ല. ഓരോ സ്ഥലങ്ങളിലും കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, പഠിക്കുന്നത്, ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ. ഇന്ന് ഫാക്ടറിയിലൊരു ബംഗാളി പയ്യൻ ജോയിൻ ചെയ്തു. കഷ്ടപ്പെട്ട് കുടുംബം പുലർത്താൻ വേണ്ടി മാത്രമല്ല, അവന് പഠിച്ച് ഒരു ഡോക്ടർ ആവണം. അതിനുള്ള പൈസ അവൻ തന്നെ ജോലി ചെയ്തുണ്ടാക്കുക. പോക്കറ്റ് മണി തന്നാ മതി. ക്ലാസ് കഴിഞ്ഞ് ഞാനും വരാം ജോലിക്ക്. നിനക്ക് തമാശ. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. MBBS കഴിഞ്ഞിട്ട് അവന് സിവിൽ സർവീസിന് പോകണമെന്ന്. മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ ഇടയ്ക്ക് കിടന്ന് കിട്ടുന്ന സമയമൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുക കുട്ടി. ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫയർ. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവനൊരു നല്ല നിലയിലെത്തുന്നത്. ഇയാളുടെ പേരെന്താ? രബീന്ദ്ര ചതോപാധ്യായ. ടാഗോറിന്റെ നാട്ടുകാരനല്ലേ, ആ ഓർമ്മക്കിട്ട പേരായിരിക്കും. അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. കുടിച്ചോ, എന്നിട്ട് പഠിച്ചോ. എന്താണ് പെട്ടെന്നൊരു തുമ്മലും ചീറ്റലും? അറിയില്ല, ചിലപ്പോഴേ എൻട്രൻസിന്റെ സ്ട്രെസ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ ചുക്ക് കാപ്പി കുടിക്കും.